എനിക്ക് എന്റെ മിത്രമായിട്ടുള്ള സുരേഷ് ഗോപിയോട് പറയാനുള്ളത് രാഷ്ട്രീയത്തിലും ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ ആവശ്യം മൂപ്പർക്കുണ്ട്. ജബൽപൂരിൽ നിയമപരമായ നടപടിയെടുക്കും. മറ്റു ചോദ്യങ്ങളൊക്കെ ബ്രിട്ടാസ് അങ്ങ് വീട്ടിൽ പോയി വെച്ചാൽ മതി എന്നാണ്. ബ്രിട്ടാസിന്റെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നാണ്. അല്ല, എനിക്കിപ്പം നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന് ചോദിക്കുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പൊ സുരേഷ് ഗോപി എന്റെ ശത്രുവൊന്നുമല്ല, അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രതിയോഗി മാത്രമാണ്. അദ്ദേഹം ശത്രുവായി കാണുന്ന പോലെയാണ് പെരുമാറുന്നത്. അല്ല, ഇന്നലെ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഞാനിതെല്ലാം ഉന്നയിച്ച ശേഷം പുറത്തിറങ്ങിയിട്ട് വളരെ ഊഷ്മളതയോട് കൂടിയിട്ട് അദ്ദേഹം എന്നോട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു നടനകലയിലുള്ള ഒരു വൈഭവം അദ്ദേഹം പ്രകടിപ്പിക്കുന്നതായിരിക്കാം. അദ്ദേഹത്തിന് ഭയങ്കരമായ ഒരു വീര്യമുണ്ട്, അല്ലെങ്കിൽ ഉഷിരുണ്ടെന്നൊക്കെ തോന്നിപ്പിക്കുന്നതായിരിക്കും. പക്ഷെ എനിക്ക് എന്റെ മിത്രമായിട്ടുള്ള സുരേഷ് ഗോപിയോട് പറയാനുള്ളത് രാഷ്ട്രീയത്തിലും ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ ആവശ്യം മൂപ്പർക്കുണ്ട്. പക്ഷെ ആ മിത്രം ഇന്ന് കൊച്ചിയിൽ വളരെ മോശമായിട്ടാണ് മാധ്യമപ്രവർത്തകരുടെ ചോദിച്ച മാധ്യമങ്ങളെ ആക്ഷേപിക്കുക, അതുപോലെ താങ്കളെ ആക്ഷേപിക്കുക. യഥാർത്ഥത്തിൽ ഒരു ഉത്തരവാദപ്പെട്ട പദവിയിലിരിക്കുന്ന ആളിന് ചേരുന്നതാണോ? വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നൊക്കെ തരത്തിലൊക്കെ. അല്ല, ഇത് ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, സുരേഷ് ഗോപി പറയുന്നതിനെ നമ്മൾ സീരിയസ് ആയി എടുക്കരുത്. ഇത് സുരേഷ് ഗോപി പറയുന്നതിനെ സുരേഷ് ഗോപി പോലും സീരിയസ് ആയി എടുക്കുന്നില്ല. സുരേഷ് ഗോപിയുടെ പാർട്ടി പോലും സീരിയസ് ആയി എടുക്കുന്നില്ല. സുരേഷ് ഗോപി ഏത് പാർട്ടിയിലാണെന്നുള്ള കാര്യം സുരേഷ് ഗോപിക്ക് അറിയില്ല, BJPക്ക് സംശയമുണ്ട്. അങ്ങനെ ഒരു വ്യക്തി പറയുന്ന കാര്യത്തിന്റെ ഓരോ സൂക്ഷ്മതലങ്ങളും നമ്മൾ വിലയിരുത്തി അതിനെ നമ്മൾ എന്താ പറയുക തൂക്കി നോക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷേ എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. അതായത് കാലിക രാഷ്ട്രീയത്തെക്കുറിച്ച് ജനപ്രതികൾ സംസാരിക്കുമ്പോൾ കുറേയും കൂടി സഭ്യമായിട്ട് അദ്ദേഹത്തിന് വേണേൽ അതിനോട് പ്രതികരിക്കാം. പക്ഷേ അദ്ദേഹത്തിന് ഞാൻ കുറ്റം പറയില്ല. എന്താ കാരണം വെച്ചാൽ അദ്ദേഹം ദീർഘകാലം ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ ഒരു സഹായത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം വിരാജിച്ചത്. അദ്ദേഹത്തിന്റെ സിനിമാ നടനെന്നുള്ള പരിവേഷമാണ് അദ്ദേഹത്തെ വിജയിക്കാൻ തന്നെ പ്രേരിപ്പിച്ചത്, അല്ലെങ്കിൽ അതിന് സഹായകരമായത്. അപ്പോൾ BJP അല്ലെങ്കിൽ ഇപ്പം രാജീവ് ചന്ദ്രശേഖരൻ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഈ മീഡിയയുടെ ഇതിവൃത്തങ്ങളൊക്കെ അറിയാം. അപ്പോൾ അദ്ദേഹം തന്നെ മുൻകൈ എടുത്തിട്ട് ഈ രാഷ്ട്രീയത്തിലും ഒരു സ്ക്രിപ്റ്റ് റൈറ്ററെ സുരേഷ് ഗോപിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇനി നിങ്ങൾ മാധ്യമങ്ങൾ കൂടി വേണമെങ്കിൽ മത്സരിച്ചിട്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു സഹായം ചെയ്തു കൊടുക്കാവുന്നതാണ്. കുറേയും കൂടി യുക്തിഭദ്രമായിട്ട് എങ്ങനെയാണ് രാഷ്ട്രീയ ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തെ ഒന്ന് ഗൈഡ് ചെയ്യാന്നാണ്. നമ്മുടെ സുഹൃത്തല്ലേ, നമ്മുടെ ഒരു ജനപ്രതിയല്ലേ, അദ്ദേഹത്തിന് ഇങ്ങനെ തള്ളിക്കളയേണ്ട കാര്യമുണ്ടോ? ജോൺ ബ്രിട്ടാസ് മുന്ന എന്നും ജൂദാസ് എന്നും രണ്ട് പേരുകളാണ് പറയുന്നത്. അത് ഞാനാണെന്നും പറഞ്ഞിട്ട് സുരേഷ് ഗോപി എന്തിനാ എഴുന്നേറ്റെന്ന് അവർ ചോദിക്കുന്നു. ഞാൻ സുരേഷ് ഗോപിയാന്ന് പറഞ്ഞിട്ടില്ല. അത് നമ്മൾ രാഷ്ട്രീയ സംഭാഷണത്തിൽ പ്രതിപാദനത്തിൽ ചില ഇമേജസ് നമ്മൾ ഉപയോഗിക്കും സ്വാഭാവികമായിട്ട്. ഇപ്പം 30 വെള്ളിക്കാശിന് ജൂദാസ് ഇട്ടുകൊടുത്ത പോലെ എന്നൊക്കെ പറയാറുണ്ട്. അത് രാഷ്ട്രീയത്തിലൊരു പ്രയോഗമാണ്. പക്ഷേ മൂപ്പർക്ക് പെട്ടെന്ന് അങ്ങ് തോന്നി മൂപ്പറാണ് മുന്ന, മൂപ്പറാണ് ജൂദാസ് എന്ന് തോന്നി. യഥാർത്ഥത്തിൽ ഇത് മനസ്സിലാക്കി ജോർജ് കുര്യൻ കുറേയും കൂടി ബുദ്ധിപരമായിട്ട് സീറ്റിൽ പതുങ്ങിയിരുന്നു. ഇനി അഥവാ മൂപ്പറ തല വിളിച്ചിട്ട് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹമാണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുമെന്ന് വിചാരിച്ചിട്ട് മൂപ്പറ എഴുന്നേറ്റിട്ടേ ഇല്ല. സുരേഷ് ഗോപി ഒരു നിഷ്കളങ്കനായതുകൊണ്ട് മൂപ്പർ വിചാരിച്ചത് മൂപ്പറെക്കുറിച്ചാണ്, അല്ലെങ്കിൽ മൂപ്പറയ്ക്കൊരു തോന്നലുണ്ടായി അദ്ദേഹത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞതെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം എഴുന്നേറ്റ് വന്നു.